ഏവർക്കും സ്വാഗതം. പുതിയ മാത്തമാറ്റിക്സ് വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ മുരളിലാൽ, നിങ്ങളുടെ മാത്സ് ടീച്ചർ. ഇന്നത്തെ ചോദ്യം പറയുന്നത് 10ാം ക്ലാസ് CBSE-കാർക്കുള്ള സർക്കിൾ എന്ന പാഠഭാഗത്തിൽ നിന്നുള്ള ചോദ്യമാണ്. നമുക്ക് ചോദ്യം ഒന്ന് പരിചയപ്പെടാം. ചോദ്യം എന്ന് പറയുന്നത്, എ ക്വാഡ്രിലാറ്ററൽ PQR ഈസ് ഡ്രോൺ ടു എ സർക്കംസ്ക്രൈബ് എ സർക്കിൾ. ഒരു സർക്കിൾ, ഒരു ക്വാഡ്രിലാറ്ററൽ PQRS വരച്ചിട്ടുണ്ട്. അതിനകത്ത് ആരെയാണ് സർക്കിളിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സർക്കിൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? സർക്കിളിൻ്റെ 4 വശങ്ങളും ചതുരത്തിൽ ടച്ച് ചെയ്താണ് പോയിരിക്കുന്നത് അല്ലേ. ടു എ സർക്കിൾ. ഈ PQ = 12 സെൻറ്റിമീറ്റർ, QR = 15 സെൻറ്റിമീറ്റർ, RS = 14 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് SP. SPയുടെ നീളം കാണും. ഈ ചോദ്യം വന്നിരിക്കുന്നത് സർക്കിളിൽ തന്നെ ടാൻജൻസ് എന്ന സെക്ഷനിൽ നിന്നാണ്. അപ്പോൾ ടാൻജൻസിൻ്റെ പ്രത്യേകത നമുക്കൊന്ന് നോക്കാം. ടാൻജൻസിൻ്റെ പ്രത്യേകത പറയുന്നത്, ടാൻജൻറ്റിൻ്റെ പ്രോപ്പർട്ടി പറഞ്ഞാലേ നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു സർക്കിളുണ്ട്, അത് സർക്കിളായില്ല. ഇപ്പോൾ സർക്കിളായി. ഈ സർക്കിളിൻ്റെ എക്സ്റ്റേണലായിട്ടൊരു പോയിൻ്റ് ഉണ്ട്. ആ പോയിൻറ്റിൽ നിന്നും നമുക്കൊരു ടാൻജൻറ്റ് സർക്കിളിലോട്ട് വരയ്ക്കാം. രണ്ടാമത്തെ ടാൻജൻറ്റ് വരയ്ക്കാം. അപ്പോൾ 2 ടാൻജൻറ്റ് ഒരു എക്സ്റ്റേണൽ പോയിൻറ്റിൽ നിന്ന് നമുക്ക് വരയ്ക്കാൻ പറ്റും. എവിടത്തേക്ക്? സർക്കിളിലേക്ക്. ഒരു എക്സ്റ്റേണൽ പോയിൻറ്റിൽ നിന്നും 2 ടാൻജൻറ്റ് വരച്ചാൽ ആ 2 ടാൻജൻറ്റിൻ്റെയും നീളം തുല്യമായിരിക്കും. ഒരു പ്രോപ്പർട്ടിയാണ് അത് പറയുന്നത്. മറ്റേ പ്രോപ്പർട്ടി, രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയുന്നത്, സെൻറ്ററിൽ നിന്നും, സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും ഒരു പെർപെൻഡിക്കുലറായ റേഡിയസ് വരച്ചാൽ, ഒരു റേഡിയസ് നമ്മൾ വരച്ചാൽ റേഡിയസും ടാൻജൻറ്റും തമ്മിൽ 90 ഡിഗ്രി ആംഗിളായിരിക്കും. ഇത് 2 പ്രോപ്പർട്ടിയാണ് പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി. പിന്നൊരു പ്രോപ്പർട്ടി പറയുന്നത്, ഒരു ക്വാഡ്രിലാറ്ററുണ്ട്. ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചാൽ, ക്വാഡ്രിലാറ്ററിനുള്ളിൽ നമ്മളൊരു സർക്കിൾ വരച്ചാൽ, ഇങ്ങനെ സർക്കിൾ വരച്ചാൽ, അപ്പോൾ ഓരോ സൈഡും ടാൻജൻസായിട്ട് മാറുകയും ABCD എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററലാണെങ്കിൽ ആ ക്വാഡ്രിലാറ്ററിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? AB എന്ന സൈഡും നീളവും അതിൻ്റെ ഓപ്പോസിറ്റായ DC എന്ന സൈഡിൻ്റെ നീളവും ഇതിൻ്റെ തുക എന്ന് പറയുന്നത് മറ്റുള്ള 2 വശങ്ങളുടെ നീളത്തിന് തുല്യമായിരിക്കും. അതായത് AD + BC ആയിരിക്കും. ഇതൊരു പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടി നമുക്ക് പഠിക്കാനുണ്ട്, പ്രൂവ് ചെയ്യാൻ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വെച്ചാണ് ഈ ചോദ്യം തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഡാറ്റാസ് നമുക്ക് പടത്തിൽ എഴുതാം. എന്താണ്? PQ എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ. പിന്നെന്താണ്? QR എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ. RS എന്ന് പറയുന്നത് 14 സെൻറ്റിമീറ്റർ. PS കണ്ടുപിടിക്കാം. നമുക്ക് PSനെ നമുക്ക് എന്ത് വിളിക്കാം? X എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് ഈ AB + DC = AD + BC എന്ന പ്രോപ്പർട്ടി വെച്ച് നമുക്ക് പറയാം, QP പ്ലസ് ഓപ്പോസിറ്റ് സൈഡ് ആരാണ്? RS. QPയുടെയും RSൻ്റെയും നീളത്തിൻ്റെ തുകയ്ക്ക് തുല്യമായിരിക്കും മറ്റുള്ള 2 വശങ്ങൾ. ഏതൊക്കെയാണ്? QR + PS. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ QPയുടെ നീളം 12 പ്ലസ് RSൻ്റെ നീളം 14 സമം QR എന്ന് പറഞ്ഞാൽ 15 പ്ലസ് PS എന്ന് പറയുമ്പോൾ X. അപ്പോൾ 26 സമം 15 അധികം X. അപ്പം നമുക്ക് കിട്ടും X = 11 സെൻറ്റിമീറ്റർ. അപ്പോൾ X = 11 സെൻറ്റിമീറ്റർ എന്ന് ഇവിടെ കൊടുക്കാം. അപ്പോൾ എന്താണ് X? SP. ഫൈനൽ ആൻസർ നമുക്ക് എടുത്തെഴുതാം. SP = 11 സെൻറ്റിമീറ്റർ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. എല്ലാവർക്കും വിജയാശംസ നേരുന്നു. നന്ദി, നമസ്കാരം.